ഈ 140 പേരും നിയമസഭയിൽ ചെന്നിട്ട് എന്റെ മണ്ഡലത്തിന്റെ കാര്യം എന്ന് പറഞ്ഞ് ബഹളം കൂടിയാൽ ഒന്നും നടക്കുക. നമ്മൾ തന്നെ പറയാം, ആള് കൂടിയാൽ പാമ്പില്ല. എന്നാൽ അവരെന്താ ചെയ്യുന്നത്? ഇവർ ചേർന്ന് ബഹുഭൂരിപക്ഷം ചേർന്ന് MLA-മാർ ചേർന്ന് തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു MLA നേതാവായി തെരഞ്ഞെടുത്ത് മുഖ്യമന്ത്രി എന്ന പദവി കൊടുത്തു. വാസ്തവത്തിൽ അദ്ദേഹം വെറും MLA തന്നെയാണ്. പക്ഷേ ഭരണത്തിന്റെ സൗകര്യത്തിന് വേണ്ടി അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി. പിന്നീട് ഈ മുഖ്യമന്ത്രി പറയുന്ന വാക്കുകൾ ചിലപ്പോൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച MLA-യുടെ താല്പര്യത്തിന് വിരുദ്ധമാണെങ്കിൽ പോലും അദ്ദേഹം അതിന് കീഴ്പ്പെട്ട അനുസരിച്ചു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ മാത്രമേ സംസ്ഥാനത്തിന്റെ ഭരണം ഏറ്റവും സുഗമമായി വളരെ മനോഹരമായി മുന്നോട്ട് പോവുകയും. കുടുംബജീവിതത്തിൽ വരുമ്പോൾ പ്രത്യേകം ചില കാര്യങ്ങൾ ദൈവം പറഞ്ഞത് ഓർക്കേണ്ടതുണ്ട്. ഈ വചനം ഓർത്തോണം. ഒരല്പസമയം കഴിയുമ്പോൾ ഈ ഇരിക്കുന്ന ആളുടെ കാര്യമായി മാറാൻ പോവുകയാണ്. ഇന്നൊരു തീരുമാനമെടുക്കാം. ഇന്നു മുതൽ ഈ വ്യക്തിക്ക് ഞാൻ കീഴ്പ്പെട്ട, അദ്ദേഹത്തിന് ബഹുമാനം കൊടുത്ത്, അദ്ദേഹത്തിന് സ്നേഹിച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകും എന്നൊരു തീരുമാനം സഹോദരിയെടുക്കും. എങ്കിലേ കുടുംബത്തെ സ്വർഗമാക്കുവാൻ കഴിയും. സഹോദരിയെ കൊണ്ടത് കഴിയും. ഹല്ലേലൂയ. തുടർന്ന് വായിച്ചാൽ, എന്നാൽ സഭ ക്രിസ്തുവിനെ കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കുന്നു. വായിച്ചാൽ, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കൂ. അവനവിടെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുടുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ ഭർത്താവിനോട് പറയുകയാണ്, നിന്റെ സ്വന്തം ഭാര്യയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം. എങ്ങനെ ചെയ്യണം? ക്രിസ്തു സഭയെ സ്നേഹിച്ചത്. പാപികളും ദോഷികളുമായിരുന്ന, ഒന്നിനും കൊള്ളാത്തവരായിരുന്ന, സ്വർഗത്തിന് യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്ന നിങ്ങളെയും എന്നെയും കർത്താവായ യേശു ക്രിസ്തു തന്റെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചു. തന്റെ ജീവനെ നൽകുവാൻ തക്കവണ്ണം സ്നേഹിച്ചു. അങ്ങനെ ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോൾ ചിലപ്പോൾ ഉപ്പ് കൂടിപ്പോയെന്നോ കുറഞ്ഞു പോയെന്നോ മധുരം കൂടിപ്പോയെന്നോ കുറഞ്ഞു പോയെന്നോ ഒക്കെ പരാതി വന്നേക്കാം. പക്ഷെ അതൊന്നും കണക്കിലിട്ട് നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് അതിന്റെ അടിസ്ഥാന ആ കെട്ടുറപ്പിനെ ബാധിക്കുന്ന രീതിയിൽ ഇടപെടുവാനായിട്ട് ഇടയാകും എന്ന് തീരുമാനിച്ചുകൊണ്ട് അടുത്തിരിക്കുന്ന പങ്കാളിയെ ദൈവമായി തന്നതാണ്, ദൈവം തന്നതാണ്, അവളെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കും എന്ന് തീരുമാനിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകുക. നല്ലവനായ യേശുവിനെ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാവൂ. നിങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരും. ഒരു നിമിഷം നിങ്ങളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ മാറ്റമില്ലാത്ത വചനത്തെ ഞങ്ങളുടെ ഭവനങ്ങളെ സ്വർഗമാക്കുന്ന ദൈവിക പദ്ധതിയെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് വ്യക്തി ജീവിതങ്ങളെ ഒന്ന് അനുഗ്രഹിക്കുന്നതിനായി നന്ദി. കർത്താവേ, ഇന്ന് രോഗികളായിട്ട് ഇവിടെ വന്നിരിക്കുന്നവരെ ഒന്ന് സൗഖ്യമാക്കണം, ബന്ധനസ്ഥരെ ഒന്ന് വിടുവിക്കണം, ദുഃഖിതർക്ക് ഒന്ന് ആശ്വാസം നൽകണം, ഭവനങ്ങളെ തകർന്ന ഭവനങ്ങളെ അവിടുന്ന് കെട്ടുപണി ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾ കൊണ്ടും നിറയ്ക്കണം. തുടർന്ന് നടക്കുന്ന മുൻസിപ്പൽ ദീപയുടെ വിവാഹ ശുശ്രൂഷയെ തൃക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുക. ശുശ്രൂഷിക്കുന്ന ദേവദാസനെ സമർപ്പിക്കുന്നു. കർത്താവിന്റെ അഭിഷേകത്താൽ അങ്ങനെ ആത്മാവിനാൽ നിറച്ച് അതിശക്തമായി ഉപയോഗിക്കണമേ. എല്ലാ നന്മകൾ കൊണ്ട് നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കരുണയോടെ കേട്ട് അനുഗ്രഹിക്കണമേ നല്ല പിതാവേ. ആമേൻ. സ്വാഗതം ചെയ്തു ഇതിനെ സംസാരിച്ച ദാസനും സ്നേഹവും അറിയിക്കുന്നു. അടുത്തതായി കോർക്കാൻ ആരംഭിക്കുകയാണ്. You are glorious.
ഇന്ന് പകൽ ഈ ശുശ്രൂഷയുടെ പ്രധാന ഭാഗത്തേക്ക് കിടക്കുകയാണ്. ഇന്ന് പകൽ ഈ ശുശ്രൂഷയെ ആശീർവദിക്കുന്നതിനായി കോട്ടയം ഗ്രേസ് ചാപ്പൽ ശ്രീ ശുശ്രൂഷാകുന്ന പാസ്റ്റർ സാം ഡാനിയൽ ജോൺ അവരുടെ മുമ്പോട്ട് ക്ഷണിക്കുകയാണ്. ക്ഷണിക്കപ്പെട്ടവരായി നമ്മൾ വന്നിരിക്കുന്നു. ഓരോ ബഹുമാന്യ വ്യക്തിക്കും വിശിഷ്യ സ്റ്റേജിലെ ശുശ്രൂഷയിൽ നമ്മളോടൊപ്പം ഇന്ന് പകൽ ആയിരിക്കുന്ന ഓരോ കർത്തദാസനും കർത്താവിന്റെ നാമത്തിൽ വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. എനിക്ക് മുൻപ് ശുശ്രൂഷിച്ച കർത്തദാസൻ സാജൻ ജോൺ അവറുകൾ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നമുക്ക് നൽകി തന്നു. ഇവിടെ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പായി നമ്മുടെ ജീവിതത്തിൽ അത് മുറുകെ പിടിക്കുവാൻ ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തിൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് വിവാഹ വരൻ പ്രിയ മൻസൂർ കൊച്ചുബാലകനായിരിക്കുമ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ദൈവവേദനാണ്. അതോടൊപ്പം തന്നെ ദീപയെക്കുറിച്ച് അനുഗ്രഹിക്കുന്ന സാക്ഷ്യം ഞങ്ങൾക്ക് അറിയുവാനായിട്ട് കഴിയും. ഇവർ തമ്മിലുള്ള വിവാഹം ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ദൈവസഭയ്ക്ക് അവർ ഇരുവർക്കും ദൈവനാമ മഹത്വത്തിൽ കാരണമാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഒരു ചെറിയ പുസ്തകം നാം ഓരോരുത്തരും ഇരിക്കുന്ന ഇടത്ത് പ്രിയ മോൻസ് അവിടെ എത്തിച്ച് വന്നിട്ടുണ്ട്. അതൊന്ന് കരങ്ങളിൽ എടുക്കുന്നത് നന്നായിരുന്നു. ഇന്നത്തെ ശുശ്രൂഷയുടെ സമയം ചുരുക്കിയിരിക്കേണ്ടതിന് നമ്മൾ ഓരോരുത്തരും അത്യാവശ്യമായി കരുതിയിരിക്കേണ്ട ചില വചനഭാഗങ്ങളും കർത്തദാസൻ സാജൻ ഓർമ്മപ്പെടുത്തിയത് കൂടാതെ കുറച്ച് ഭാഗങ്ങളിലൂടെ ഉൾപ്പെടുത്തി ഇത് നമ്മുടെ കരങ്ങളിൽ എത്തിക്കണമെന്നുള്ളത് പ്രിയ മോൻസിന്റെ ഒരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തെ മാനിക്കുന്ന എല്ലാവരും ഇത് വെറുതെ കളയാതെ അവരവരുടെ പോക്കറ്റിലോ കുറച്ച് ബാഗിലോ ഒക്കെ സൂക്ഷിക്കുവാനും വീട്ടിൽ പോയി കഴിഞ്ഞിട്ടും എപ്പോഴെങ്കിലും ഒന്നെടുത്ത് വായിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിൻ്റെ അവസാനത്തെ പേജിൽ മോൻസിൽ പടം കൂടെ ഉള്ള പേജിൽ മോൻസ് എഴുതിയിരിക്കുന്നൊരു കാര്യമുണ്ട്. രണ്ടാമത്തെ പാരഗ്രാഫിൽ എൻ്റെ വിവാഹ ദിവസം ക്ഷണിക്കപ്പെട്ടവരായി എത്തിച്ചേർന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരും രക്ഷിതാവായ എന്നെ ആവശ്യമാണെന്ന് ഞാൻ അറിയുന്നു. ഈ യേശുവിൽ വിശ്വസിച്ച് അവരുടെ മക്കളായി ജീവിക്കുവാൻ എല്ലാവർക്കും ഇടയായി തീരട്ടെ. നിങ്ങളുടെ സ്വന്തം മോൻസ് കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. ഞങ്ങൾ തീർച്ചയായിട്ടും സൂക്ഷിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അത് കരുതിക്കൊള്ളണമേ. അത്യാവശ്യ സന്ദർഭങ്ങളിൽ അത് വായിക്കുന്നത് നമുക്ക് ഒത്തിരി പ്രയോജനം ചെയ്യും. അല്പനിമിഷങ്ങൾ കഴിയുമ്പോൾ ഞാൻ ഈ ശുശ്രൂഷകളെ നിർവഹിക്കും. വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ ക്രമീകരിക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എല്ലാവരുടെയും ശ്രദ്ധ ഇത്രത്തോളം ഞങ്ങൾക്കുണ്ടായിരുന്നു. തുടർന്ന് നല്ല ശ്രദ്ധ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമുക്കറിയാം, ലോകത്തിന്റെ അനുഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. നാളെ എന്ത് സംഭവിക്കുന്നു ആർക്കും അറിയാൻ കഴിയാത്ത ഒരു അന്തരീക്ഷത്തിലൂടെയാണ് എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നാം കാണുന്ന ഈ ഭൂമിയിൽ നിക്ഷേപങ്ങൾ നിക്ഷേപിക്കുവാനും നശിച്ചു പോകാത്ത കാര്യങ്ങൾ കെട്ടിപ്പടുക്കുവാനും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കാറുണ്ട്. ലത്തൂരിലും മറ്റു പല സ്ഥലങ്ങളിലും നടന്ന ഭൂകമ്പങ്ങൾ നമ്മോട് സംസാരിക്കുന്ന ഒരു വസ്തുതയുണ്ട്. മാനുഷിക നിർമ്മിതമായി ഈ ഭൂമിയിൽ എന്തുമാത്രം ആഴത്തിൽ ഉറപ്പിച്ചു പണിതാലും നാം വസിക്കുന്ന ഈ ഭൂമി ചെറുതായിട്ടൊന്ന് ചലിച്ചാൽ അതെല്ലാം താഴെ പോകും. ജപ്പാനിലെ നീളുന്ന ജീവിതങ്ങളുടെ കഥകൾ നമുക്കെല്ലാവർക്കും ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരിക്കലും നശിക്കത്തില്ല എന്ന് പറഞ്ഞ കെട്ടിടങ്ങൾ പലതും പെട്ടെന്ന് താഴേക്ക് പോയി, പെട്ടെന്ന് ശിഥിലമായി പോയി. ലോകത്തിൽ അതുപോലെ പല രാഷ്ട്രങ്ങൾ ഒരു കാലത്ത് നശിക്കില്ല എന്ന് പറഞ്ഞ് ഉണ്ടാക്കപ്പെട്ടതുണ്ട്. അതെല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ പതിച്ചുപോയി, നിലംപതിച്ചുപോയി. എന്തിനേറെ നമ്മുടെ രാജ്യത്തുള്ള രാജ്യങ്ങൾ പോലും അതിൻ്റെ ബലക്ഷയത്തിലൂടെ കടന്നു പോകുന്നുവെന്ന് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ അതിനകത്ത് സന്ദർശകരെ അനുവദിക്കത്തില്ല എന്നുപോലുമുള്ള പ്രസ്താവനകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു 150 പ്രാവശ്യമെങ്കിലും ഞാൻ താജ്മഹൽ കണ്ടിട്ടുണ്ടാകും, ഏറ്റവും കുറഞ്ഞത്. ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഓരോ കാര്യങ്ങൾ അതിനകത്ത് മനസ്സിലാക്കാനായിട്ടുണ്ട്. ഒരു കാലത്തും അത് നശിക്കത്തില്ല, ആ രീതിയിലാണ് അത് പണിതു വച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ അന്തരീക്ഷത്തിൽ അത് തകർന്നുകൊണ്ടിരിക്കുന്നു.
എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ ഇങ്ങനെ പറയട്ടെ. ആരോ ഒരാൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എവറിഥിങ് ദാറ്റ് വി സീ ഇൻ ദിസ് വേൾഡ് ഈസ് ബിൽറ്റ് ഇൻ ഡിറ്റീരിയോറേഷൻ. നാം ഈ ഭൂമിയിൽ കാണുന്ന സകലതും നാശത്തിലാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. 2 വർഷം കഴിയുമ്പോൾ സാറേ ഈ ഉടുപ്പ് എനിക്ക് ഇടാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല, ഇതിൻ്റെ കളർ പോകും, ഇതിൻ്റെ നൂലമായി പോകും, ബട്ടൺസ് അല്ലേ പോകും, അവിടുന്ന് ഇവിടുന്നൊക്കെ കീറിപ്പോകും, കുറേ മഷിയാകും, പിന്നെ എനിക്ക് പുതിയതൊന്നും വേണ്ടി വരുന്നു. ഞാൻ എൻ്റെ രാവിലെ ഈ ഷർട്ട് എടുത്തിട്ടപ്പോൾ ഒരിക്കലും എൻ്റെ ഉള്ളിൽ ഒരു ചിന്തയില്ല ആയുഷ്കാലം മുഴുവൻ ഞാൻ ഷർട്ട് ഇടുമെന്ന്. എനിക്ക് ഈ ഷർട്ട് ഇടുമ്പോൾ എൻ്റെ അകത്തുള്ള ഏക ചിന്തയില്ല, ഇന്നത്തേക്ക് ഇതിടുന്നു, അടുത്ത ദിവസത്തേക്ക് വേറെ എനിക്ക് കരുതണം. എന്നെ ശ്രദ്ധിക്കുന്ന മാന്യപ്രിയങ്ങളോട് പറയട്ടെ, നമ്മളെല്ലാവരും ഇങ്ങനെ ഉടുത്തൊരുങ്ങി നന്നായിട്ടാണ് എൻ്റെ മകൻ ഇവിടെ വന്നിരിക്കുന്നത്. എത്ര സന്തോഷത്തോടെ നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത് കാണാനൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് മുമ്പ് ശുശ്രൂഷിച്ച കർത്തദാസൻ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ അകത്ത്, നമ്മുടെ വസ്ത്രങ്ങൾക്കകത്ത്, നമ്മുടെ ഈ മാംസത്തിനകത്ത് ഉള്ള ആ കൊച്ചു ഹൃദയം പല കാര്യങ്ങളിൽ വിലപിക്കുകയും യേശുവിനെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരുവാൻ ആഗ്രഹിക്കുന്നു. 19 വയസ്സുള്ളപ്പോൾ ഒരു കൂട്ടം ഡോക്ടേഴ്സ് എൻ്റെ ശരീരത്തെ നോക്കി ഇങ്ങനെ പറഞ്ഞു, അത് തീർന്നു, കൂടെ കിടന്ന പലരും മരിച്ചുപോയി, ഒരു പകർച്ചവ്യാധി അനേക രാജ്യങ്ങളിൽ വെയിലാണെങ്കിലും മഴയാണെങ്കിലും യാത്ര ചെയ്യുവാൻ അധ്വാനിക്കുവാൻ ഒക്കെ ദൈവം എനിക്കിടയാക്കുന്നു. 70 കിലോ ഭാരം ഇരിക്കുന്നുണ്ട്. 70 കിലോ കൂടെ ഭാരം എൻ്റെ തലയിലേക്ക് വെക്കുവാനുള്ള ആരോഗ്യം ദൈവം എനിക്ക് തന്നു. സാജൻ പറഞ്ഞ അതേ സാക്ഷ്യമാണ് എനിക്ക് പറയുവാനുള്ളത്. അദ്ദേഹം അനുഭവിച്ചത് വേറൊരു നിലവാരത്തിൽ, ഞാൻ അനുഭവിച്ചത് വേറൊരു നിലവാരത്തിൽ. ഇത് രണ്ടും ഞങ്ങൾക്ക് തന്നത് ഒരേ ഒരുവൻ, അത് യേശു മാത്രമാണ്. ആ നിങ്ങൾ തിരസ്കരിച്ച് തള്ളിക്കളഞ്ഞ് വാർദ്ധക്യത്തിൽ നോക്കേണ്ട മക്കൾ അവരെ ശ്രദ്ധിക്കാതെ ആകെ വിലപിക്കുന്നൊരു ജീവിതമാണ് നീയെങ്കിൽ ഇന്ന് മകൻ ഞാൻ സന്തോഷത്തോടെ പറയട്ടെ, നിന്നെ സഹായിക്കുവാനും കണ്ണുനീരൊപ്പുവാനും കഴിയുന്ന ഒരുവനുണ്ട്. അവൻ്റെ പേര് യേശു. ഇന്നത്തെ ആധുനിക മാധ്യമത്തിൽ പിറകെ പോയി കണ്ണി കാണുന്ന ഓരോരോ കാര്യങ്ങളിൽ എത്തിപ്പെട്ട് അതിനകത്തൊന്ന് തല ഊരാൻ പറ്റാത്ത നിലയിൽ വിലപിക്കുന്നൊരു ജീവിതമാണെങ്കിൽ ഇന്നത്തെ സംവിധാനം, സംസ്കാരം, പ്രത്യേകിച്ച് കോട്ടയ സംസ്കാരം നമ്മെ വിളിച്ചു പറയുന്നത് മദ്യമാണ് നമ്മുടെ സംസ്കാരം. കൂട്ടുകാരും കൂടിയോ ഒറ്റയ്ക്കോ അതിനകത്ത് പോയി കൂട്ടുകൂടി. പക്ഷെ ഇന്ന് സമയത്തിന് നീക്കത്തിൽ അതിനടിമയായി ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് നീ ആയിരിക്കുന്നെങ്കിൽ, വിറച്ച് തറ വീഴുന്നൊരവസ്ഥയാണെങ്കിൽ ഈ പകൽ എന്നെ ശ്രദ്ധിക്കുന്നവരോട് പറയട്ടെ, നിന്നെ ഒരു സ്പർശനം കൊണ്ട് നിന്നെ ഉദ്ധരിച്ച് നിന്നെ തികഞ്ഞ അളവിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരേ ഒരു ഡോക്ടർ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ ഇന്ന് ഉണ്ട് എങ്കിൽ അത് യേശു മാത്രമാണ്. ആ യേശുവിനെ മുറുകെ പിടിക്കൂ, നിന്റെ ജീവിതം രക്ഷപ്പെടും. ഏതു തകർച്ചയിൽ നിന്നും നമ്മെ ഉദ്ധരിക്കുവാൻ കഴിയുന്ന ഒരേ ഒരുവൻ യേശു മാത്രമാണ്. എൻ്റെ കയ്യിലുള്ള ബൈബിളിൽ, എൻ്റെ പക്കലുള്ള ബൈബിളിൽ നിന്ന് ധാരാളം പാഠങ്ങൾ ഞങ്ങൾക്ക് ഇത് ഓർമ്മപ്പെടുത്തുവാൻ കഴിയും. ധാരാളം ശാസ്ത്രജ്ഞന്മാർ ഉള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ ഒരുപാട് ഉയർന്ന ഒരു മേഖലയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയുള്ളതായ ഒരു കൗൺസിലിംഗ് സെന്ററിന്റെ പേര് ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിക്കൊള്ളട്ടെ. അതിന്റെ സ്ഥാപകർ എഴുതിയ ഒരു പുസ്തകത്തിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മദ്യത്തിനോ മയക്കുമരുന്നിനോ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് അടിമയായി പോയ ഒരു വ്യക്തിക്ക് 100% ഒരിക്കൽ പോലും അതിനകത്തൊന്ന് പുറത്തു വരാൻ കഴിയത്തില്ല. ആ പുസ്തകത്തിനകത്ത് ചുവന്ന മഷി കൊണ്ട് വരയിട്ടിട്ട്